ബിഗ് ബോസ് മലയാളം സീസൺ 7 തേർഡ് വീക്കെൻഡ് എപ്പിസോഡിലെ സെക്കൻഡ് പ്രൊമോ വന്നിട്ടുണ്ട്. സംഭവബഹുലമായ അനേകം കാര്യങ്ങളാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറാനായിട്ട് പോകുന്നത്. അതിൻ്റെ സൂചന എന്നോണം ഹിന്ദി ബിഗ് ബോസിലൊക്കെ സൽമാൻ ഖാൻ കാണിക്കുന്നത് പോലെ ഒരു രോമാഞ്ചം കൊള്ളിക്കുന്ന സീനാണ് നമുക്ക് ആ പ്രൊമോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്രതീക്ഷിതമായി ബിഗ് ബോസ് വീട്ടിലേക്ക് ലാലേട്ടൻ്റെ മാസ് എൻട്രി കാണുന്നു. കട്ടക്കലിപ്പിൽ വീട്ടുകാരെ ഓരോരുത്തരായിട്ട് പൊരിച്ചെടുക്കും എന്നത് ലാലേട്ടൻ്റെ ആ ഒരു എൻട്രിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വീട്ടുകാരെ മുഴുവൻ വീടിന് പുറത്താക്കിയിട്ട് സ്പൈക്കുട്ടനോടൊപ്പമാണ് ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിലേക്ക് ഇൻസ്പെക്ഷൻ നടത്തുന്നത്. ബെഡ്റൂം, കിച്ചൺ, ടോയ്ലറ്റ് അങ്ങനെ ഒന്നിടപെടാതെ എല്ലാ മേഖലകളിലും ലാലേട്ടൻ സസൂക്ഷ്മം പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം പാത്രങ്ങളൊക്കെ കഴുകാതെ കിച്ചണിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് ആയിക്കോട്ടെ മലിനമാക്കപ്പെട്ട് കിടക്കുന്നു. ബെഡുകളൊന്നും നീറ്റല്ലാതെ കിടക്കുന്നു. എല്ലാം നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ലാലേട്ടൻ വീണ്ടും സ്റ്റേജിലേക്ക് തിരിച്ചു പോവുകയാണ്. ശേഷം നടക്കുന്നത് നമ്മുടെ ആര്യന് കൊന്നു കൊല വിളിക്കുന്ന സീനുകളാണ്. അതായത് ക്യാപ്റ്റൻ എണീക്കോ, ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് ലാലേട്ടൻ പറയുന്നു. അതിനുശേഷം വീട്ടിൽ ഇതൊന്നും ചെയ്യാറില്ലേ, ഇത് നിങ്ങളുടെ വീടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ആര്യൻ എന്തോ പറയാനായിട്ട് തുടങ്ങുമ്പോൾ ലാലേട്ടൻ വീണ്ടും തുടരുകയാണ്. അടുക്കളയിലെ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന കത്തി കൊണ്ട് താടി മുറിക്കുന്നത് കണ്ടല്ലോ നിങ്ങളന്ന് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ ബെബ്ബ അടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ആര്യന് യാതൊന്നും മറുപടി പറയാനായിട്ട് യാതൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുകൊണ്ട് പരിങ്ങുന്നുണ്ട് ആര്യൻ. അതിനുശേഷം ലാലേട്ടൻ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, പറയൂ എന്ന് ഉച്ചത്തിൽ കട്ടക്കലിപ്പിലാണ്, അത്രത്തോളം രോഷത്തോടു കൂടിയാണ് ലാലേട്ടൻ ആര്യനോട് ചോദിക്കുന്നത്. ആര്യന് സ്വയം എല്ലാം കൈവിട്ടു പോയി, ഒരുപക്ഷെ നിന്ന നിൽപ്പിൽ തന്നെ നമ്മൾ ആ ഭൂമി ഒന്ന് പിളർന്ന് താഴോട്ട് പോയെങ്കിൽ എന്നൊക്കെ ചിന്തിക്കില്ലേ. അത്തരത്തിലുള്ളൊരു ആ ഒരു സമയത്ത് ആര്യൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ ഒരുപക്ഷെ അങ്ങനെയായിരിക്കും. കാരണം ലാലേട്ടൻ അത്രത്തോളം ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. അതിനുശേഷം ലാലേട്ടൻ സ്റ്റാർ ബാഡ്ജ് പൊക്കിക്കൊണ്ട് ആര്യനെ കാണിച്ചുകൊണ്ട് ലാലേട്ടൻ പറയുകയാണ്, ഇത് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ, ഇത് തിരിച്ച് കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ അത് വേണം എന്തോ പറയുന്നുണ്ട്. അതിനുശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രൊമോ അവിടെ അവസാനിക്കുകയാണ്. എന്തായാലും ഇന്ന് ലാലേട്ടൻ്റെ മാസ് എൻട്രിയാണ് അപ്രതീക്ഷിതമായി ബിഗ് ബോസ് വീട്ടിലേക്ക്. ഏതായാലും അതിനുശേഷം ഹൗസ് മേറ്റ്സിനെ ഓരോരുത്തരെയായി ലാലേട്ടൻ പൊരിച്ചെടുക്കും, അത്രത്തോളം പറയും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതും ഇത് തന്നെയാണ്, പ്രേക്ഷകർ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ്. പക്ഷേ പ്രൊമോ ഈസ് നോട്ട് പ്രോമിസ് എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ പ്രൊമോയിൽ കാണുന്നത് പോലെ ഒന്നും തന്നെ എപ്പിസോഡിൽ ഉണ്ടാവുകയില്ലേ എന്നുള്ളതും അവിടെ ഒരു ചോദ്യചിഹ്നമാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി നമ്മൾ കൂടി ചേരുന്നതായിരിക്കും.